ഒരുപാട് സന്തോഷം. ഇതെൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഷെരീഫിനെ പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്കറിയാവുന്ന ജുമാനയാണ്. ജുമാനയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് വളരെ നേരത്തെ എനിക്കറിയാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയാപ്പിളയാണ് ഷെരീഫ്. അങ്ങനെ ഞാൻ ഷെരീഫിനെ പരിചയപ്പെടുന്നത് ഒരുപാട് കാലം മുമ്പേ അറിയാം. പല പല ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. സിനിമയിലേക്ക് വരാനുള്ള പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചില പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് തുടങ്ങാൻ പോയപ്പോൾ ഞാൻ തന്നെയാണ് നിരുത്സാഹപ്പെടുത്തിയത്. അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. പക്ഷെ പിന്നീടാണ് ഈ മാർക്കോ എന്ന പ്രോജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഹനീഫ് അദേനെയും ഉണ്ണിമുകുന്ദനുമായിട്ട് ചേർന്നിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനതിനകത്ത് ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഹനീഫുമായിട്ട് സംസാരിച്ചിട്ടാണ് മാർക്കോയുടെ ഭാഗമായിട്ട് ഞാൻ ഉള്ളത് മനസ്സിലാക്കിയത്. പക്ഷേ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഷെരീഫിൻ്റെ ഒരു മിടുക്ക് മനസ്സിലാവുന്നത്. ആ സിനിമ എത്ര കണ്ട് ഹൈപ്പ് അതിനുണ്ടാക്കാമോ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാമോ എന്നുള്ളതെല്ലാം ഷെരീഫിൻ്റെ തീരുമാനങ്ങളായിരുന്നു. അങ്ങനെ മാർക്ക് ഒരു വൻ വിജയമായി. ഷെരീഫ് സിനിമ എന്താണെന്ന് പഠിച്ചു തന്നെയാണ് സിനിമയിൽ വന്നത്. ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ മറ്റാരൊക്കെയാണ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഷെരീഫ്. അപ്പോൾ വീണ്ടും കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയുടെ പൂജ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു മെമ്മൻറ്റോ കൊടുത്തുകൊണ്ടായിരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാധാരണ സിനിമ ഹിറ്റായി കഴിയുമ്പോഴല്ലേ നമ്മളവർക്ക് മെമ്മൻറ്റോ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഷെരീഫ് പറഞ്ഞത്, നമുക്ക് മെമ്മൻറ്റോ ആദ്യമേ കൊടുത്തു വെച്ചേക്കാം, അപ്പോൾ പിന്നെ പടം അവർ ഹിറ്റാക്കിക്കൊള്ളുമല്ലോ, അത് അവരുടെ ബാധ്യതയായിക്കോളും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ഒരു വേറെ രീതിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. തീർച്ചയായും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറും. മലയാളത്തിൽ ഇത്രയും ഒരു വലിയ സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യവും കാണിച്ച ഷെരീഫിനെ എന്ന് പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സിനിമയുടെ ഭാഗം ആകാൻ കഴിഞ്ഞതിൽ ഞാനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.